MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ നിയമനം ഒരു താൽക്കാലിക VC നിയമിച്ചിട്ടുണ്ട്. അയാൾ BJP കാരൻ തന്നെയാണ്. സെനറ്റിലേക്ക് 19 പേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഗവർണർ. അത് മുഴുവൻ RSS നോമിനികളാണ്. ഇവിടെ ഒന്നും സർക്കാരിനൊരു സേ ഇല്ല. കഴിഞ്ഞ സർക്കാർ B. അശോകിനെ സസ്പെൻഡ് ചെയ്തു. ഈ സർക്കാർ അദ്ദേഹത്തെ റിവാർഡ് ചെയ്യുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് സെക്രട്ടറി ആകുന്നു എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഞാൻ ഈ VD സതീശൻ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധത്തിൽ ഞാൻ ആദ്യമായൊരു സംശയം എനിക്ക് തോന്നുന്നത് അവിടെയാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഏത് സമയം ഏറ്റുമുട്ടി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗവർണറും സ്റ്റേറ്റും തമ്മിൽ ഏത് സമയം അടിപിടിയാവണമെന്നും ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. പക്ഷേ വളരെ നിർണായകമായ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉൾപ്പെടെ നടപ്പാക്കാൻ വേണ്ടി കേന്ദ്രം ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസം, ഈ PMശ്രീ പോലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന മറ്റൊരു നിയമമുണ്ട്, PM ഉഷ. അങ്ങനെ ഒരു പ്രൊജക്റ്റ് കേരളത്തിൽ നടപ്പായി കഴിഞ്ഞു കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത്. അതൊരു ആരും അറിഞ്ഞിട്ടില്ല, അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ അത് മാത്രമല്ല, ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ നിയമനം ഒരു താൽക്കാലിക VC നിയമിച്ചിട്ടുണ്ട്. അയാൾ BJP കാരൻ തന്നെയാണ്. സെനറ്റിലേക്ക് 19 പേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഗവർണർ. അത് മുഴുവൻ RSS നോമിനികളാണ്. ഇവിടെ ഒന്നും സർക്കാരിനൊരു സേ ഇല്ല, അതേക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കാം. അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തിൻ്റെ ഭാഗമാണ്? ഒരു സ്ഥിരം VC നിയമിക്കുന്ന സമയത്ത് ഗവർണറുമായി ഒരൊടക്കിൽ പോകണ്ട, തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും എത്രമാത്രം നിങ്ങൾ ഈ സമരസപ്പെട്ടു പോകും ആർലേക്കർ എന്ന് പറയുന്ന RSകാരൻ ഗവർണറുമായി എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ UDF ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? ഗവർണറുമായി ഒത്തുകളിക്കുന്നു, കേന്ദ്രവുമായി ഡീൽ ഉണ്ടാക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇവർ അധികാരത്തിൽ വന്നത്. ഇത് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ, ഇവർക്കൊരു നിലപാട് വേണ്ടേ? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണറെക്കുറിച്ച്, കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ച് VD സതീശൻ മന്ത്രിസഭയ്ക്കുള്ള അല്ലെങ്കിൽ VD സതീശൻ സർക്കാരിനുള്ള നിലപാടെന്താണ്? നയപ്രഖ്യാപനത്തിലോ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷമുള്ള വാർത്താ സമ്മേളനങ്ങളിലോ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനങ്ങളോടുള്ള സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഗവർണറുടെ അമിതാധികാര പ്രയോഗങ്ങളെക്കുറിച്ചോ ഒരു വാക്ക് സതീശൻ മിണ്ടിയിട്ടില്ല. VD സതീശനെന്ന് മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ പറയുകയെങ്കിലും ചെയ്യായിരുന്നു ഗവർണർക്കെതിരെ. ഇപ്പോൾ ഗവർണർ അങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ സെനറ്റിൽ 19 RSകാരെ നിയമിച്ചു. ഏറ്റുമുട്ടലിനില്ല എന്ന് പറയുമ്പോഴും അത് ശരിയായില്ല എന്നെങ്കിലും പറയണ്ടേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയണ്ടേ?